നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ ജോർജിനെ ആക്രമിച്ചു എന്ന കേസിൽ അറസ്റ്റിലായ KSU പ്രവർത്തകർ ആറന്മുളയിൽ ഇറങ്ങിയിരിക്കുകയാണ്. വീണ ജോർജിനെതിരെ പ്രചാരണവുമായി അബിൻ വർക്കിക്ക് വേണ്ടിയിട്ടാണ് KSU പ്രവർത്തകർ ആറന്മുളയിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അബിൻ വർക്കിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നു എന്നതിനർത്ഥം വീണ ജോർജിനെതിരെ നടത്തുന്നു എന്ന് തന്നെയാണ്. നമുക്കറിയാം, ആറന്മുളയിൽ LDFിന് വേണ്ടി വീണ ജോർജും UDFിന് വേണ്ടി അബിൻ വർക്കിയും BJPക്ക് വേണ്ടി കുമ്മനം രാജശേഖരനുമാണ് മത്സര രംഗത്തുള്ളത്. അബിൻ വർക്കി വീണ ജോർജ് പോരാട്ടമാണ് വോട്ട് കൂട്ടാൻ BJPയും. നമുക്കറിയാവുന്ന പോലെ തന്നെ ത്രികോണ മത്സരമൊന്നും അവിടെ ഉണ്ടാകില്ല. പക്ഷേ UDFും LDFും തമ്മിലുള്ള മത്സരം അത് വാശിയേറിയതാകും. എന്തായാലും KSU ഇപ്പോൾ ഈ വീണ ജോർജിനെ ആക്രമിച്ചു എന്ന കേസിൽ അറസ്റ്റിലായ KSU പ്രവർത്തകരാണ് ഇപ്പോൾ അബിൻ വർക്കിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നത്. ആറന്മുളയിലെ വോട്ടർമാരെ കാണുന്നുണ്ട്. മാത്രമല്ല, തങ്ങൾ ഈ ഒരു കേസിൽ അകത്ത് കിടന്നവരാണ്, ജയിലിലായവരാണ് എന്ന് വോട്ടർമാരെ ബോധിപ്പിക്കുന്നുണ്ട്, അവരെ ധരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അബിൻ വർക്കിക്ക് വേണ്ടി വോട്ട് തേടുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരാണ് അബിൻ വർക്കിക്കായി ആറന്മുളയിൽ പ്രചാരണം നടത്തുന്നത്. എന്തുകൊണ്ട് ആറന്മുളയിൽ നിങ്ങൾ പ്രചാരണം നടത്തുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം KSU പ്രവർത്തകർക്കുണ്ട്. ആറന്മുളയിൽ കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയമുണ്ടായി. മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ വധശ്രമം നടത്തിയെന്ന് പറഞ്ഞ് കേസെടുത്ത ഇടമാണ് ആറന്മുള. 16 ദിവസം അതിന്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വന്നവരാണ് ഞങ്ങൾ. മാരകായുധങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേവലം ഒരു കരിങ്കൊടി അല്ലാതെ ഏതെങ്കിലും മാരകായുധം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കരിങ്കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് SI അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യവിധിയിലും അത് വ്യക്തമാണ്. അഭിനയിക്കുന്ന ഒരാളെ അല്ല നമുക്ക് ഈ ആറന്മുളയിൽ ആവശ്യം. നമുക്ക് വേണ്ടത് സത്യസന്ധതയുള്ള ഒരു നേതാവിനെയാണ്, സത്യസന്ധതയുള്ള ഒരു വ്യക്തിയാണ്, സത്യസന്ധതയുള്ള ഒരു MLA ആണ്. അബിൻ വർക്കിയെ പോലെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള, എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന, കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള ഒരു നേതാവിനെയാണ് ആറന്മുളയിൽ ആവശ്യം. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ജയിക്കേണ്ടത് ഈ മണ്ഡലത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നത്. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയുടെ സാന്നിധ്യം കേരള നിയമസഭയിൽ ആവശ്യമാണെന്നും KSU പ്രവർത്തകർ വ്യക്തമാക്കി. മന്ത്രി ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്തു, ഞങ്ങളെ വെല്ലുവിളിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ജയിലിൽ കിടന്ന പ്രവർത്തകന്റെ വീട്ടിലേക്ക് ബോംബ് എറിയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ മന്ത്രിയല്ല വ്യക്തിഹത്യ ചെയ്തത്, ഞങ്ങളെ മന്ത്രിയാണ് വ്യക്തിഹത്യ ചെയ്തതെന്നും പ്രവർത്തകർ പ്രതികരിച്ചു. എന്തായാലും ആറന്മുളയിൽ ഈ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം നടത്തിയതിൽ ജയിലിലായ ഈ KSU പ്രവർത്തകർ ആറന്മുളയിൽ ഇറങ്ങി മന്ത്രിക്കെതിരെ, പ്രത്യേകിച്ച് അബിൻ വർക്കിക്കായി പ്രചാരണം നടത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ്, വിവാദമായൊരു സംഭവമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിക്കാനെത്തിയ KSU പ്രവർത്തകർ ഉന്ത് തള്ള്. അതിനിടയിൽ മന്ത്രിക്ക് പരിക്കേൽക്കുന്നു, ആശുപത്രിയിലാകുന്നു, പ്രവർത്തകരുടെ അറസ്റ്റ്, റിമാൻഡിലാകുന്നു. വധിക്കാൻ വന്നതാണെന്ന ആരോപണം എല്ലാ വശത്തു നിന്നും ഉയരുന്നു. അതിനുശേഷം അവർ ജയിൽ വാസം, പുറത്തിറങ്ങുന്നു. ഈ സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്ന വീഡിയോ തെളിവായി ഹാജരാക്കിയാൽ നിങ്ങൾക്ക് 1 പവൻ സ്വർണം നേടാമെന്ന് എഴുതിയ പോസ്റ്ററുകൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുകയാണ്. വീണ ജോർജിനെ KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്നത് പുറത്തുവന്ന ദൃശ്യങ്ങൾ കണ്ടെത്താനായിട്ടില്ല. മന്ത്രിയുടെ അടുത്ത് കറുത്ത തുണിയുമായി എത്തുന്ന രീതിയിൽ വീഡിയോ ദൃശ്യം പ്രചരിച്ചിരുന്നെങ്കിലും ഇത് മന്ത്രിയുടെ ഗൺമാൻ ധരിച്ച കരിനീല വസ്ത്രമാണെന്ന് പിന്നീട് തെളിയുകയുണ്ടായി. KSU പ്രവർത്തകർ മന്ത്രിയുടെ സമീപത്ത് പോലും എത്തിയിട്ടില്ലെന്നും സ്പീക്കർ AN ഷംഷീറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മന്ത്രിയുടെ തിരക്കഥയാണിതെന്നുമായിരുന്നു കോൺഗ്രസ് ആരോപിച്ചത്. ഇതിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയായിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് പ്രതിഷേധം മാത്രമാണെന്നും പ്രതിഷേധത്തിനിടെ KSU പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ആയുധമില്ലാതെയാണെന്നും കയ്യിലുണ്ടായിരുന്നത് കരിങ്കൊടി മാത്രമാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ മൊഴി രേഖപ്പെടുത്തിയത്. ഫെബ്രുവരി 25 ബുധനാഴ്ചയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിനിടെ മന്ത്രിയുടെ കഴുത്തിനും കൈക്കും പരിക്കേറ്റു. വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യാൻ എത്തിയപ്പോഴാണ് പ്രതിഷേധമുണ്ടായത്. തുടർന്ന് യാത്ര റദ്ദാക്കുകയും മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് പിന്നീട് കേസെടുത്തത്. KSU പ്രവർത്തകർ അറസ്റ്റിലായി, റിമാൻഡിലായി. പിന്നീട് അവർക്ക് ജാമ്യം കിട്ടി. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 പേർക്ക് ജാമ്യം അനുവദിച്ചത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ വീണ ജോർജിനെ KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ കിട്ടിയില്ലെന്ന് RPF നേരത്തെ
നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. പ്രതിഷേധത്തിന് പിന്നാലെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് RPF ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതിഷേധത്തിന്റെ പരിക്കേറ്റ മന്ത്രിയെ ജില്ലാ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി പിന്നീട് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടതിനാൽ മന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ മന്ത്രിയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടതിനാൽ രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്ക് വന്നതിനാൽ തുടർന്ന് ഓൺലൈനായി ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അത്തരത്തിൽ ആശുപത്രിയിലാക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും വലിയ വിവാദമായ സംഭവമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തകർ ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന് വധശ്രമത്തിന് കേസെടുക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ആ KSU പ്രവർത്തകർ ഇപ്പോൾ ആറന്മുളയിൽ മന്ത്രിക്കെതിരെ പ്രചാരണം, അതായത് അബിൻ വർക്കിക്ക് വേണ്ടി പ്രചാരണം നടത്തുകയാണ്. അതായത് വീണ ജോർജിനെതിരെ ഒരു പ്രചാരണമാണ് പ്രവർത്തകർ നടത്തുന്നതെന്ന് വ്യക്തം. അതേസമയം ഈ ഇടയ്ക്ക് വീണ ജോർജും അബിൻ വർക്കിയും തമ്മിൽ നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ടായി. ആരോഗ്യ വകുപ്പിനെ ചൊല്ലി കൊമ്പ് കോർത്തിരിക്കുകയാണ് ആറന്മുള നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ വീണ ജോർജും അബിൻ വർക്കിയും. പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടന്ന സ്ഥാനാർത്ഥി സംവാദത്തിലാണ് ഇരുവരും തമ്മിൽ ആശയപരമായി ഏറ്റുമുട്ടിയത്. 10 വർഷത്തിൽ ആരോഗ്യ മേഖല തകർന്നടിഞ്ഞെന്ന് അബിൻ വർക്കി ആരോപിച്ചപ്പോൾ സ്വകാര്യ മേഖലയെ സഹായിക്കാനുള്ള വാദമാണിതെന്നായിരുന്നു വീണ ജോർജിന്റെ മറുപടി. കണ്ണൂരിൽ വീണ ജോർജിനെതിരായി ഉണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ടും അബിൻ രൂക്ഷ വിമർശനം ഉയർത്തി. ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചതിന് തെളിവ് നൽകുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. തെളിവുമായി ആരും വന്നില്ല. ചാനൽ ക്യാമറകൾക്ക് പുറമെ 18 ക്യാമറകൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ഒന്നിലും തെളിവില്ല. കഴുത്തിന് ഗുരുതര പരിക്കേറ്റുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കി അടുത്ത ദിവസം പുലർച്ചെ തകർന്ന റോഡിലൂടെ കാറിൽ യാത്ര ചെയ്താണ് മന്ത്രി വീട്ടിലെത്തിയത്. ആരോഗ്യമന്ത്രിയെ നോക്കാൻ പോലും ആരോഗ്യ വകുപ്പിന് കഴിയില്ല എന്നും അബിൻ ആരോപിച്ചു. എന്നാൽ തന്നെ ആക്രമിച്ചെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംവാദത്തിൽ ഡിവൈഎഫ്ഐക്കെതിരെയും അബിൻ വർക്കി ആരോപണം ഉന്നയിച്ചു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐ പണം നൽകിയെന്ന് പറയുന്നു. എന്നാൽ പറഞ്ഞ തീയതിയിൽ മുഴുവൻ പണവും നൽകിയിട്ടില്ല എന്നായിരുന്നു അബിൻ വർക്കിയുടെ പ്രതികരണം. 2025 ഏപ്രിൽ മാസം 20 കോടി നൽകിയെന്നാണ് ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്നത്. എന്നാൽ അവർ മുഴുവൻ തുക അന്ന് നൽകിയില്ല. 10 മാസം കഴിഞ്ഞാണ് മുഴുവൻ തുക നൽകിയത്. ഈ 10 മാസത്തെ പലിശ ഇനത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്നും അബിൻ വർക്കി പറഞ്ഞു. എന്നാൽ നമുക്ക് പത്തനംതിട്ട ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ ഒരു അവസ്ഥയൊന്ന് നോക്കാം. ആറന്മുള നിയമസഭാ മണ്ഡലം ഈ പത്തനംതിട്ട ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ്. കോഴഞ്ചേരി താലൂക്കിൽ ഉൾപ്പെടുന്ന പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആറന്മുള, ചെന്നീർക്കര, ഇലന്തൂർ, കോഴഞ്ചേരി, കുളനട, മല്ലപ്പുഴശ്ശേരി, മെഴുവേലി, നാരങ്ങാനം, ഓമല്ലൂർ എന്നീ പഞ്ചായത്തുകളും തിരുവല്ല താലൂക്കിൽ ഉൾപ്പെടുന്ന ഇരവിപേരൂർ, കോയിപ്രം, തോട്ടപ്പുഴശ്ശേരി എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് ആറന്മുള നിയമസഭാ മണ്ഡലം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ഉത്രട്ടാതി വള്ളംകളി, ഭൗമസൂചിക പദവിയുള്ള ആറന്മുള കണ്ണാടി എന്നിവയാൽ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഈ മണ്ഡലത്തിൽ പൈതൃകത്തെയും അതിന്റെ തുടർച്ചയും കുറിച്ച് ആഴത്തിലുള്ള ബോധ്യമുള്ള ഒരു സമൂഹമാണ് വസിക്കുന്നത്. ആറന്മുളയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സവിശേഷമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. വിഭാഗീയതയെ ചെറുക്കുന്നതും വിശ്വാസ്യതയ്ക്കും പ്രാധാന്യം നൽകുന്നതുമായ ഒരു രാഷ്ട്രീയ സ്വഭാവം ഇവിടെയുണ്ട്. ആറന്മുളയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ വളർച്ച രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പായിരുന്നു 2021 നടന്നത്. CPM സ്ഥാനാർത്ഥി വീണ ജോർജ് 74,950 വോട്ടുകൾ നേടി വിജയിച്ചു. UDFിന് വേണ്ടി കളത്തിലിറങ്ങിയത് K ശിവദാസൻ നായരായിരുന്നു. ശിവദാസൻ നായർക്ക് കിട്ടിയത് 56,654 വോട്ടുകളായിരുന്നു. 19,003 വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തിനാണ് വീണ ജോർജ് ഇവിടെ വിജയിച്ച് കയറിയത്. എന്തായാലും ചരിത്രം ആവർത്തിക്കുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. അബിൻ വർക്കി ശക്തി പ്രാപിക്കുന്നുണ്ട് മണ്ഡലത്തിൽ. കുമ്മനം രാജശേഖരനുമുണ്ട്. ആരാറന്മുള കൊണ്ടുപോകുമെന്നത് ചോദ്യചിഹ്നം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.